കോഴിക്കോട് താമരശ്ശേരിയിൽ ഷിബിലയെ ഭർത്താവ് കൊന്നത് സ്വബോധത്തോടെയെന്ന് പോലീസ്. ആക്രമണം നടത്തിയ സമയം പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്ന് വൈദ്യപരിശോധനയിൽ സ്ഥിരീകരിച്ചതായി പോലീസ് പറഞ്ഞു. യാസിന്റെ സുഹൃത്താണ് പുതുപ്പാടിയിൽ അമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖ്. ആഷിഖിന്റെ ഉമ്മയായ സുബൈദയുടെ കൊലപാതകത്തിനു പിന്നാലെ ഷിബില യാസിറുമായി ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചിരുന്നു. അതേസമയം ഷിബിലയുടെ മൃതദേഹം ഈങ്ങാപ്പുഴ കരിങ്കുളം മദ്രസയിൽ 1:30 പൊതുദർശനത്തിന് വയ്ക്കും. ദിസ്ന സുരേഷ് ചേരുന്ന വിവരങ്ങളുമായി. ദിസ്ന, എന്തൊക്കെ പുതിയ വിവരങ്ങൾ ഇന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്? വീണ, നമുക്കറിയാൻ സാധിച്ചത് ഷിബിലയുടെ മൃതദേഹം ഈങ്ങാപ്പുഴ കരിങ്കുളം മദ്രസയിൽ 1:30 പൊതുദർശനത്തിന് വയ്ക്കുമെന്നൊരു വിവരമാണ്. 2 മണിക്ക് മയ്യത്ത് നിസ്കാരം നടത്തും. തുടർന്ന് കരിങ്കുളം സുന്നി ത്വാഹ മസ്ജിദ് ഖബർസ്ഥാനിലായിരിക്കും അടക്കുക എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയുന്നത്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം ഇവിടെ എത്തേണ്ടതുണ്ട്. അതിനനുസരിച്ച് സമയക്രമത്തിൽ മാറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബ വഴക്ക് നിലനിന്നിരുന്നു. മാത്രവുമല്ല, പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്നൊരു കാര്യം തന്നെയാണ് പോലീസ് സ്ഥിരീകരിച്ചിരുന്നത്. പക്ഷേ സമാനമായ രീതിയിൽ പലതവണ വീട്ടിൽ വന്ന് വഴക്കിടുന്നൊരു സ്വഭാവം ഈ യാസിറിനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ വീട്ടിൽ വന്ന് വഴക്കിടുകയും വസ്ത്രങ്ങളൊക്കെ തന്നെയും റോഡ് സൈഡിൽ, അതായത് റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ തീ കൂട്ടി ആ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന ഒരു സ്വഭാവം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിലൊക്കെ തന്നെയും യാസിറും ഷിബിലയും തമ്മിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നു. തനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നൊരു കാര്യം ഷിബില പറഞ്ഞിരുന്നു. മാത്രമല്ല, ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം എന്ന് പറയുന്നത് ഈ താമരശ്ശേരിയിൽ ഉമ്മയെ കൊന്ന ആഷിഖുമായി ഈ യാസിറിന് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദം അവസാനിപ്പിക്കണമെന്നൊക്കെ തന്നെയും ഈ ഷിബില പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ അതിനെ തുടർന്നുണ്ടായ വഴക്ക്. പക്ഷേ 28-ാം തീയതി താമരശ്ശേരി പോലീസിൽ ഒരു പരാതി ഷിബില നൽകുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. പോലീസിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അനാസ്ഥ ഉണ്ടായി എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. കാരണം ഒരു പരാതി ലഭ്യമായിട്ട് പോലും അത് വിളിച്ചന്വേഷിക്കുവാനോ അതിന് സുപ്രധാനമായ നടപടികൾ ചെയ്യുവാനോ പോലീസ് തയ്യാറായിരുന്നില്ല എന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയം 6:30 ഈ രേഖകൾ കൊടുക്കുവാൻ, അതായത് ഷിബിലയുടെ കുറച്ച് ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ കൊണ്ടുതരണമെന്നൊരു മധ്യസ്ഥ ചർച്ചയിൽ തീരുമാനമായിരുന്നു. പക്ഷെ അത് വീട്ടിലേക്ക് എത്തിക്കണ്ട എന്ന് പിതാവ് പറഞ്ഞിരുന്നു. പക്ഷേ യാസിർ അത് കേൾക്കാതെ വീട്ടിലേക്ക് വരികയും ഷിബിലയെ കുത്തുകയുമായിരുന്നു. നമുക്കറിയാം, മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് തന്നെയാണ് ഈ യാസിറിനെ പിടികൂടുന്നത്. ആ പിടികൂടുന്ന സമയത്ത് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് അവിടെ കൂടി നിന്ന ആളുകളോട് യാസിർ പറഞ്ഞിരുന്നത്, ഞാൻ ഷിബിലയെ അല്ല, ഷിബിലയുടെ പിതാവിനെ വധിക്കാൻ ഉദ്ദേശിച്ചാണ് വന്നത്. പക്ഷേ അബദ്ധത്തിൽ ഷിബിലയ്ക്ക് കൊണ്ടതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞിരുന്നു എന്നൊരു ദൃക്സാക്ഷികളും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. കാരണം ആ സമയത്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നില്ല. സ്വബോധത്തോടു കൂടി തന്നെയാണ് കുത്തിയത്. ആദ്യം ഷിബിലയുടെ കഴുത്തിനു കുത്തി, പിന്നീട് അത് തടയാനെത്തിയ പിതാവിനെയും കുത്തുകയായിരുന്നു. പുറകെ വന്ന മാതാവിനെയും കുത്തി. വീട്ടിലുണ്ടായിരുന്ന ഉപകരണങ്ങളൊക്കെ തന്നെയും പുറത്തേക്കെറിഞ്ഞ് അത് കണ്ടുവന്ന അയൽക്കാരോട് വലിയ രീതിയിൽ ആക്രോശിച്ച് തന്നെയാണ് യാസിർ ഇവിടുന്ന് മടങ്ങിപ്പോയത്. കൂടാതെ തന്നെ ബാലുശ്ശേരിയിലെ എസ്റ്റേറ്റ് മുക്കിലെ ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കുകയും ആ പൈസ കൊടുക്കാതെ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും യാസിർ ഇപ്പോൾ താമരശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഫോറൻസിക് സംഘം അടുത്ത നിമിഷം തന്നെ ഇവിടെ എത്തി പരിശോധന ആരംഭിക്കും എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വീണ, ശരി ദിസ്ന.